നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 558. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 558. ലീലാകാണ്ഡത്തിൽ 49 സർഗം ബ്രഹ്മസ്തുതിയിൽ 26 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അല്ല ഞാൻ ചെയ്തതു കുറ്റമായേ ജഗൽപിതാവോർക്കുകയില്ലതെല്ലും വയറ്റിൽ മേവുന്ന കിടാവൊരൽപ്പം ചവിട്ടിയാൽ പോലും അതമ്മ പോലെ. പിന്നെ പറയണു ഇന്ന് പറയേണ്ടത് 27 ശ്ലോകം. ഓർത്തിയിടിൽ മറ്റുള്ളവർ പോലെയല്ല നിൻ പാദപങ്കേരുഹജാതനാം ഞാൻ ഈ ബ്രഹ്മാവ് ആരാന്നാണ് പറഞ്ഞത്. ഓർക്കണം, ഓർത്തിയിടിൽ മറ്റുള്ളവർ പോലെയല്ല നിൻ പാദപങ്കേരുഹജാതനാം ഞാൻ. അതായത് നിൻ്റെ തിരുപാദപത്മങ്ങളാകുന്ന താമരയിൽ നിന്ന് ജനിച്ചവനാണ് പറഞ്ഞത്, അല്ലാണ്ട് നാഭീപത്മത്തിൽ നിന്ന് വന്നൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ, ഇതൊക്കെയാണ് ശരി. ഓർത്തിയിടിൽ മറ്റുള്ളവർ പോലെയല്ല നിൻ പാദപങ്കേരുഹജാതനാം ഞാൻ. തപസ്സിനാൽ കണ്ടതുമല്ലയോ നിൻ താർമങ്ക പുൽകും പുകൾ പൂണ്ട രൂപം. തപസ് ചെയ്തിട്ട് ഞാൻ അങ്ങയുടെ എന്താണ് പറയുക, പരിപാവനമായിട്ടുള്ള ആ വിഷ്ണു രൂപം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ വണ്ണം അത്യത്ഭുത ലീല കാണിച്ച് അമ്പാർന്ന വിഷയിക മനോജ്ഞമൂർത്തി. എന്താ സല്യൂട്ടേഷൻ? ഈ വണ്ണം അത്യത്ഭുത ലീല കാണിച്ച് അമ്പാർന്ന വിഷയിക മനോജ്ഞമൂർത്തേ. ബ്രഹ്മാണ്ടമോരോന്നിനും നാഥരായും ഇക്കണ്ട നീയേ ഭുവനേക സത്യം. അങ്ങാരാണ്? ബ്രഹ്മാണ്ടം ഓരോന്നിനും നാഥരായും ഇക്കണ്ട നീയേ ഭുവനേക സത്യം. അഭക്തർ തൻ മുമ്പിൽ അനേക രൂപം. അവിടെ അഭക്തർ, ഭക്തി ഇല്ലാത്തവരിൽ അനേക രൂപം, ഭക്തിയുള്ളവരിൽ ഒറ്റ രൂപം. എന്താ? ബ്രഹ്മരൂപം, നിരാകാരം. മറ്റത് എത്രയോ രൂപം എടുക്കും ഭഗവാൻ, അത് സാരമില്ല. അഭക്തർ തൻ മുമ്പിൽ അനേക രൂപം ധരിച്ച മട്ടാർന്ന് ലസിക്കയാം നീ. ദേഹാദിയിൽ താൻ അഭിമാനമാർന്ന് സൃഷ്ടാദി കർമ്മങ്ങളിൽ ഞങ്ങൾ പോലെ. ഞങ്ങളുടെ ജോലി എന്താ? സൃഷ്ടിക്കുക. അങ്ങ് പരിപാലിക്കണു, പരമശിവൻ ലയിപ്പിക്കുന്നു. അപ്പോൾ അഭക്തർ തൻ മുമ്പിൽ അനേക രൂപം ധരിച്ച മട്ടാർന്നു ലസിക്കയാം നീ. ദേഹാദിയിൽ താൻ അഭിമാനമാർന്ന സൃഷ്ടാദി കർമ്മങ്ങളിൽ ഞങ്ങൾ പോലെ. സ്വഭക്തരെ തൻ ചരിതാമൃതത്താൽ ഉണർത്തി. ശ്രദ്ധിക്കൂ, സ്വഭക്തരെ തൻ ചരിതാമൃതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലാവിനോദം. അതിൽ മൃതത്തെ ഉണർത്തി രക്ഷിപ്പതിനോർത്തു മാത്രം. ഭഗവാൻ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പലതരം പാവനമാം പിറപ്പും കൈക്കൊള്ളു നീ കൃഷ്ണകൃപാപയോധേ. അങ്ങാരാണ്? കൃഷ്ണകൃപാപയോധേ. കൃഷ്ണകൃപ എന്ന സമുദ്രം തന്നെയാണ് അങ്ങ്. ഓതാവതല്ല ഈ വിധം അത്യുദാര ചരിത്ര. പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാവ് പറയണു, എനിക്ക് പറയാൻ പറ്റില്ല. ഓതാവതല്ല, പറയാൻ പറ്റില്ല. ഈ വിധം അത്യുദാര ചരിത്ര. നിൻ്റെ വൈഭവം ഏതൊരാൾക്കും പാദാംബുജോപാസന കൊണ്ടു മാത്രം അറിഞ്ഞിടുന്നു ചിലർ ആ മഹത്വം. അതായത് പാദാംബുജോപാസന കൊണ്ടു മാത്രം. അതിന് മുമ്പ് പറഞ്ഞു നിൻ വൈഭവം ഏതൊരാൾക്കും പറയാൻ പറ്റില്ല എന്നാ. ചിലവർ ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കഥകൾ പറയണ്ട, പറ്റില്ല എന്ന്. ഭഗവാൻ ബ്രഹ്മാവ് പറയണു, നിൻ വൈഭവം ഏതൊരാൾക്കും പാദാംബുജോപാസന കൊണ്ടു മാത്രം
വലിയ അലങ്കാരഭൂഷണങ്ങളാകുന്ന വാക്കുകൾ പേരിനോട് കൂടി ചേർത്തിട്ട് യാതൊരു കാര്യമില്ല. എന്താ? പാദാംബുജോപാസന കൊണ്ട് മാത്രം ഭഗവാന്റെ തിരുവാദപത്മയെ ഉപാസിക്കുന്നുണ്ടോ രക്ഷപ്പെടാം. അതിനാദ്യം എന്ത് ചെയ്യണം? കഴുത്തുകൂടെ ഇട്ടിട്ടുള്ള വസ്ത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അതാണ് ഞാനാണ് കേമൻ. പറ്റില്ല മക്കളെ, കേൾക്കില്ല ഭഗവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. എത്രയോ ആൾക്കാർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പാദാംബുജ ഉപാസന കൊണ്ട് മാത്രം അറിഞ്ഞിടുന്നു ചിലർ ആ മഹത്വം. ചിലരെ ദുർലഭം. അതോർത്തു നീ ഒന്നലിവോളവും തൻ പ്രാചീന കർമ്മങ്ങൾ നുകർന്നു മന്നിൽ. പ്രാചീന കർമ്മങ്ങൾ നുകർന്നു മന്നിൽ എമ്മട്ടിലും നിന്നെ ഭജിക്കിൽ. മുക്തി എന്നല്ല നീ തന്നെ അവൻ്റെ കയ്യിൽ. മുക്തി മാത്രമല്ല, സംശുദ്ധ മനസ്സോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ അതോർത്ത് നീ ഒന്ന് അലിവോളവും തൻ പ്രാചീന കർമ്മങ്ങൾ നുകർന്നു മന്നിൽ എമ്മട്ടിലും നിന്നെ ഭജിക്കിൽ. മുക്തി എന്നല്ല നീ തന്നെ അവൻ്റെ കയ്യിൽ. ഇപ്പോൾ ദേവകി വസുദേവർക്കും യശോദാനന്ദഗോപർക്കും അങ്ങനെ ഉണ്ടായത്. ഭക്തി കൊണ്ട് തന്നെ കൊടുത്തു. ഒരാളെ തൻ്റെ കുഞ്ഞായിട്ട് പ്രസവിച്ചു, ഒരാളെ തൻ്റെ ബാലജീവിതം മുഴുവൻ അവരുടെ കൂടെ. നിൻ പുണ്യസമ്പർക്കം എന്നതെല്ലാം സത്യം സമം സുന്ദരം അദ്വതീയം. എന്താ പറഞ്ഞത്? നിൻ പുണ്യസമ്പർക്കം ആരോടുകൂടെ വന്നുവോ അവർക്കൊക്കെ സത്യതൽപരന്മാരായി സമത്വത്തോടുകൂടി സുന്ദരരൂപികളായിട്ട് അദ്വിതീയം വേദാന്ത പ്രഭ. ദ്വൈതമല്ല, അദ്വൈതം. സുന്ദരം അദ്വിതീയം അല്ലാത്തതെല്ലാം വെറുതെ നശിക്കും. ബാക്കിയുണ്ടാ. അപ്പം ചിലവർ പറയും നീട്ടി വിളിച്ചോളൂ എന്ന്. അതൊക്കെ എന്താ? അല്ലാത്തതെല്ലാം വെറുതെ നശിക്കും. ജഡാത്മകം തന്നെ ജഗത്തിലെങ്ങും. ഈ പ്രപഞ്ചത്തിൽ ജഡാത്മകമാണ് ജാസ്തി. ചൈതന്യത്തിന് അറിയണ ആൾക്കാർ കമ്മിയാണ്. സ്വയം പ്രകാശാത്മകമെന്നുമെങ്ങും. സ്വയം ആത്മകം എന്നും എങ്ങും നിറഞ്ഞതാം അദ്വയവസ്തു. നിറഞ്ഞതാം അദ്വയവസ്തു. നിന്നെ അറിഞ്ഞിടാനാർക്കും എളുപ്പമല്ലെന്നുരച്ചു നിൽപ്പോ നിഗമങ്ങളെല്ലാം. നിഗമങ്ങളെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ, വേദങ്ങൾ. അല്ലാത്തതെല്ലാം വെറുതെ നശിക്കും. ജഡാത്മകം തന്നെ ജഗത്തിലെങ്ങും സ്വയം പ്രകാശാത്മകം എന്നുമെങ്ങും നിറഞ്ഞതാം അദ്വയവസ്തു. നിന്നെ അറിഞ്ഞിടാൻ ആർക്കും എളുപ്പമല്ല എന്നുരച്ചു നിൽപ്പോ നിഗമങ്ങളെല്ലാം. ഈ വണ്ണം ഓർത്ത് അങ്ങയിൽ ആത്മബുദ്ധി വിളങ്ങുവോർ തന്മൊഴി കേട്ട് അതിങ്കൽ. അപ്പോൾ അവിടെ വിളങ്ങൂ എന്നുള്ളത് മിന്നാന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു നമ്പർ കൊടുക്കണം. എന്താ? 147 ഇവിടെ വരും. 147 ഇവിടെ വരും. എന്നിട്ട് ഇവിടെ ഇത് 148 പിന്നെ ഒന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഈ വണ്ണം ഓർത്ത് അങ്ങയിൽ ആത്മബുദ്ധി വിളങ്ങുവോർ തന്മൊഴി കേട്ട് അതിങ്കൽ വിശ്വാസമാർന്ന ഈ മൃദുപാദപത്മം ഭജിക്കലുണ്ടോ ഭവദുഃഖമെങ്ങും. അങ്ങയുടെ ഈ ബാലസ്വരൂപനായിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ തിരുവാദപത്മത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭവദുഃഖം എങ്ങും വരില്ല. ഞാനല്ല നീയേ നിഖിലേശനെന്നോർത്തുറച്ചു നിന്ത്രിക്കഴലാശ്രയിപ്പോൾ. ബ്രഹ്മാവ് പറയാം, ഞാനല്ല മേലെ, നീയേ നിഖിലേശൻ, അങ്ങ് തന്നെ എല്ലാറ്റിനും ഈശൻ എന്ന് ഓർത്ത് ഉറച്ച് നിൻ തൃക്കഴൽ ആശ്രയിപ്പോൻ. പാമ്പെന്നു പേടിക്കുകയില്ല മുല്ലപ്പൂമാലയായി കാൺമൂ ജഗത്തിതെല്ലാം. പാമ്പിനെ പേടിക്കില്ല, മുല്ലപ്പൂ ആണെന്ന് പറയാം. പാമ്പെന്നു പേടിക്കുകയില്ല മുല്ലപ്പൂമാലയായി കാൺമൂ ജഗത്ത് ഇതെല്ലാം. അജ്ഞാനമുണ്ടാക്കിയ ബന്ധമോക്ഷം അകറ്റുവാനല്ല മഹത്വമാർന്നോൻ. അജ്ഞാനമുണ്ടാക്കിയ ബന്ധം മോക്ഷം എന്നത്
അജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനമുള്ളവൻ എന്താ? അഹം ബ്രഹ്മാസ്മി. അതാണ് മനസ്സിലാക്കേണ്ടത്. മഹത്വമാർന്നോൻ ആശിപ്പത് ഉൾപ്പൂവിൽ അഖണ്ഡ സച്ചിദാനന്ദ സൗഭാഗ്യം ഇത് ആസ്വദിപ്പാൻ. ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അഖണ്ഡ സച്ചിദാനന്ദ സൗഭാഗ്യം ഇത് ആസ്വദിപ്പാൻ അണഞ്ഞിടം തോറും അകക്കുരുന്നിൽ അടുത്തടുത്തങ്ങനെ നിൻ പാദാബ്ജം ആനന്ദമേന്തുന്നു മഹാജനങ്ങൾ. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം അനുഭവിക്കുന്നത് അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. ഈ വണ്ണം അമ്പേന്തി വിളങ്ങിടും നിൻ. അപ്പോൾ ഈ വിളങ്ങുക എന്നുള്ളതിനൊരു നമ്പർ കൊടുക്കണം. 148 ഇവിടെ തന്നെയായി ഇപ്പോൾ. അവിടെ ഇതിപ്പോൾ 149 ആവും. അവിടെ നിൽക്കട്ടെ, പിന്നെ നമ്പർ ഇടാം. അപ്പോൾ ഈ വണ്ണം അമ്പേന്തി വിളങ്ങിടും നിൻ മനോജ്ഞ രൂപത്തെ മറന്നു മർത്യൻ അലഞ്ഞിടുകയാണു ജന്മം മുഴുക്കയും മൂഢതയാർന്നു കഷ്ടം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഭഗവാനെ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് അവരവരുടെ ഹൃദയപത്മത്തിൽ കാണാൻ സാധിക്കാതെ കണ്ട് തെക്കും വടക്കും അലഞ്ഞ് ജന്മം പാഴാക്കുക. അഹോ കഷ്ടം, അഹോ കഷ്ടം, അഹോ കഷ്ടം. ഈ വണ്ണം അമ്പേന്തി സ്നേഹത്തോടുകൂടി വിളങ്ങിടും നിൻ മനോജ്ഞ രൂപത്തെ മറന്നു മർത്യൻ അലഞ്ഞിടുകയാണ് ജന്മം മുഴുക്കയും മൂഢതയാർന്നു കഷ്ടം. ധനാദിയിൽ തന്നെ മയങ്ങിയേ തൻ മനുഷ്യജന്മത്തിനൊരും മഹത്വം. ധനാദിയിൽ എനിക്ക് ധനം വേണം, പദവി വേണം എന്ന് വാശി പിടിച്ച് അതുമില്ല ഇതുമില്ല അമ്മയുടെ ദീക്ഷയില്ല എന്ന് പറഞ്ഞ മാതിരി ധനാദിയിൽ തന്നെ മയങ്ങിയേ തൻ മനുജന്മത്തിനൊഴും മഹത്വം കാൺമീല. മനുഷ്യനായിട്ട് ജന്മമെടുത്തതിൻ്റെ മഹത്വം കാണാണ്ട് പോകാൻ കാരണം എന്താ? ധനത്തിൽ ആഗ്രഹം. നീ ഏകിയതാം സുവർണ സന്ദർഭമൊത്തറിവീല. പാവം, നീ ഏകിയതാം സുവർണ സന്ദർഭമെന്നോർത്തറിവീല. പാവം, തെറ്റല്ല അതും നിൻ കൃപ. വല്ല മട്ടും അണഞ്ഞിടാഞ്ഞാൽ അവനെന്തു ചെയ്യും? അങ്ങയുടെ കൃപ കൊണ്ട് അവനെ അടുത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാം? എമ്മട്ടിലെന്നാകിലും ഈ മനോജ്ഞ വൃന്ദാവനത്തിങ്കൽ അലിഞ്ഞ ഈ വണ്ണം കൊതിപ്പൂ ഞാൻ ഇന്നവൻ എങ്ങാണ്ട് അണഞ്ഞ് നിൻ തൃക്കടൽ ആശ്രയിപ്പാൻ എന്തു ചെയ്യണം? എനിക്കതിനർഹതയില്ല എങ്കിൽ അനുഗ്രഹിച്ചിടണമെന്ന ഈ വണ്ണം. എനിക്ക് അതിനർഹതയില്ലെങ്കിൽ അനുഗ്രഹിച്ചിടണം ഒന്ന് ഈ വണ്ണം. നിൻ പാദപങ്കേരുക ഭക്തിയുള്ളിൽ. സദാസമയവും ഭഗവാന്റെ പത്മത്തിൽ ഭക്തി ഉണ്ടാവുക. നിൻ പാദപങ്കേരുക ഭക്തിയുള്ളിൽ മേന്മേലെ വളർന്നു മിന്നാൻ. അതായത് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരാൻ അങ്ങയുടെ കൃപാകടാക്ഷം വേണം. വ്രജത്തിലുള്ളവരുടെ ഭാഗ്യമല്ലോ ഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് വ്രജത്തിലുള്ള നിവാസികളുടെ ഭാഗ്യമാണ്. കാരണം എന്താ? പൊന്നോമന കൃഷ്ണനെ ലാളിച്ച് കൊതി തീരും അവർക്ക്. അപ്പോൾ വ്രജത്തിലുള്ളവരുടെ ഭാഗ്യമല്ലോ ഭാഗ്യം മഹാഭാഗ്യം. ഇതാം ജഗത്തിൽ അഖണ്ഡ സച്ചിൽ പൊരുളല്ലേ കൂടെ കളിപ്പൂ ചങ്ങാതി കണക്കയെന്നും. ഭഗവാന്റെ ഒപ്പം ദിവസേന കളിക്കാൻ സാധിക്കാന്ന് പറഞ്ഞ ചിലരുടെ കാര്യമാണോ? അഖണ്ഡ സച്ചിൽ പൊരുളല്ലി ഈ കൂടകളിപ്പൂ ചങ്ങാതി കണക്കയെന്നും. ഇവർക്കെഴും കാൽപ്പൊടിയേൽക്കും മാറി ഇവർക്കെഴും കാൽപ്പൊടിയേൽക്കുമാർ. ഈ വ്രജത്തിലെങ്ങെങ്കിലും ഏതു ജന്മം ലഭിക്കലും ലാഭമതാണെനിക്കെന്നോർക്കുന്നു വിശ്വൈക മനോജ്ഞമൂർത്തേ. ഉടക്കം കാലം ബ്രഹ്മാവ് ഭഗവാനോട് പറയാ, ഇവർക്കെഴും കാൽപ്പൊടിയേൽക്കുമാർ ഈ വ്രജത്തിലെങ്ങെങ്കിലും ഏതു ജന്മം, ഏതെങ്കിലും ജന്മത്തിൽ ഈ വ്രജത്തിലൊരു പുൽക്കൊടിയായിട്ട് തീർന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. ഇവർക്കെഴും കാൽപ്പൊടിയേൽക്കുമാർ ഈ വ്രജത്തിൽ
ഈ വ്രജത്തിൽ എങ്ങെങ്കിലും ഏതു ജന്മം ലഭിക്കലും ലാഭമതാണ് എനിക്കെന്നോർക്കുന്നു വിശ്വൈക മനോജ്ഞമൂർത്തേ. 46-ാം ശ്ലോകം. കൊടും വിഷം നൽകിയ പൂതനയ്ക്കും ആത്മാവിനെ താൻ അരുളിയിടുമെങ്കിൽ, അങ്ങയുടെ സ്വഭാവം എന്താ? കൊടും വിഷം നൽകിയ പൂതനയ്ക്കും ആത്മാവിനെ താൻ അരുളിയിടുമെങ്കിൽ നീ തന്നെ സർവസ്വവുമാം ഇവർക്ക് എന്തലിഞ്ഞു നീ നൽകുവാതാരറിഞ്ഞു. നീ അങ്ങ് എന്താ കൊടുക്കാതെ കണ്ടിരിക്കുക? അങ്ങ് എല്ലാം കൊടുക്കും. മോക്ഷം വേണോ? മോക്ഷം കൊടുക്കും. ഭക്തി വേണോ? ഭക്തി ജ്ഞാന വൈരാഗ്യം വേണോ? അത്. കൊടും വിഷം നൽകിയ പൂതനയ്ക്കും ആത്മാവിനെ താൻ അരുളിയിടുമെങ്കിൽ നീ തന്നെ സർവസ്വവുമാം ഇവർക്കെന്തലിഞ്ഞു നീ നൽകുവതാരറിഞ്ഞു. 47. ജീവിക്കവേ തന്നെ ഇവർക്ക് രാഗദ്വേഷാദി ദോഷങ്ങളറ്റ്. ഈ വൃന്ദാവനത്തിലുള്ള ഗോപന്മാരുടെയും ഗോവസ്തുകളുടെ അവസ്ഥ എന്താ? ജീവിക്കവേ തന്നെ ഇവർക്ക് രാഗദ്വേഷാദി ദോഷങ്ങൾ അകറ്റ്. എന്നാൽ നിൻ കൂട്ടരായോർക്കവയൊക്കെ ഭക്തിപ്രദങ്ങൾ അത്യന്ത മനോഹരങ്ങൾ. ഭക്തിപ്രസ്ഥാനത്തിലുള്ളവർക്ക് മനോഹരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സദാസമയത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് അങ്ങ്. വൃന്ദാവനത്തിങ്കലൊരു ഉണ്ണിയായി കളിപ്പൂ ഞാനൊന്നൊരു ചെയ്യുമെങ്കിൽ, വൃന്ദാവനത്തിങ്കൽ ഒരു ഉണ്ണിയായി കളിപ്പൂ ഞാനെന്നൊരു ചെയ്യുമെങ്കിൽ, പ്രപന്ന ലോകത്തെ അനുഗ്രഹിപ്പാൻ പ്രകാശമേന്തിയിടുക മാത്രമാം നീ. മറ്റുള്ളവരുടെ ജീവിത സന്ധാരണത്തിന് സുഗമമായ വഴിക്ക് വേണ്ടി അങ്ങ് എന്ത് ചെയ്യണോ? പ്രകാശമേന്തിയിടുക മാത്രമാം. പ്രകാശം ചൊരിയണു അങ്ങ്. അപ്പോൾ മറ്റുള്ളവരുടെ വഴി ക്ലിയറായി. അനന്തനാം നിൻ്റെ മഹാപ്രഭാവം അളന്നിടുന്നോനതു ചെയ്തിടട്ടെ. അനന്തനാം നിൻ്റെ അറ്റമില്ലാത്തവൻ, അനന്തമായി കിടക്കുന്നവൻ, നിൻ്റെ മഹാപ്രഭാവം അളന്നിടോനതു ചെയ്തിടട്ടെ. ആർക്കെങ്കിലും അളക്കണമെങ്കിൽ അളന്നോട്ടെ. നിൻ പാദപങ്കേരുക ഭക്തിയൊന്നു ലഭിക്കുകൽ താൻ അടിയൻ കൃതാർത്ഥൻ. എനിക്ക് കൃതാർത്ഥത എപ്പോഴാണ് വരിക? അങ്ങയുടെ കറകളഞ്ഞ ഒരു തിരുപാദപത്മ ഭക്തനായിട്ട് ഞാൻ അറിഞ്ഞാൽ മതി. ഞാൻ സൃഷ്ടികർത്താവായിട്ടൊന്നും എനിക്കറിയണ്ട. ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തനാണ്. നിൻ പാദപങ്കേരുക ഭക്തിയൊന്നു ലഭിക്കുകയിൽ താൻ അടിയൻ കൃതാർത്ഥൻ. അടിയൻ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. അറിഞ്ഞുകൊള്ളട്ടെ അറിഞ്ഞിടുന്നോരചിന്യമാം മറ്റെഴുമാ മഹത്വം. അറിഞ്ഞുകൊള്ളട്ടെ അറിഞ്ഞിടുന്നോരചിന്യമാം മറ്റെഴുമാ മഹത്വം. അഗോചരം, കണ്ണിന് കൊണ്ട് കാണാൻ പറ്റില്ല. താനടിയൻ്റെ ബുദ്ധിക്ക് അനുജ്ഞയൊന്നേകണമംബുജാക്ഷ. ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അഗോചരം, നഗ്നമായ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റില്ല, ജ്ഞാനദൃഷ്ടി കൊണ്ടാവാം. താൻ അടിയൻ്റെ ബുദ്ധിക്ക് അനുജ്ഞയൊന്നേകണമംബുജാക്ഷ. അനന്ത കല്യാണ ഗുണാഭിരാമ. ഭഗവാനെ സല്യൂട്ട് ചെയ്യണം, സംബോധന ചെയ്യണം. അനന്ത കല്യാണ ഗുണാഭിരാമ മുകുന്ദ ഗോവിന്ദ മഹാനുഭാവ അമന്തകാരുണ്യ മഹാപയോദേ. എന്താ വാക്കിനർത്ഥം? അമന്തം എന്ന് പറഞ്ഞാൽ പെട്ടെന്നർത്ഥം. പെട്ടെന്ന് കാരുണ്യ മഹാപയോദേ സമസ്ത ലോകാധിപതേ നമസ്തേ. അങ്ങാരാ? സമസ്ത ലോകാധിപതേ നമസ്തേ. ഈ വണ്ണം അത്യന്ത വിനീതനായി സ്തുതിച്ചു കൈക്കൂപ്പി വിരിഞ്ചൻ നിൽക്കേ. ഈ വണ്ണം അത്യന്ത വിനീതനായി സ്തുതിച്ചു കൈക്കൂപ്പി വിരിഞ്ചൻ നിൽക്കേ. കടാക്ഷമാർന്നങ്ങിനെ സത്യലോകം പോകിടുവാൻ പുഞ്ചിരി തൂകി നാഥൻ. അങ്ങൊരു കാര്യം ചെയ്യാം, പറഞ്ഞതൊക്കെ ശരിയാണ്, പോയിക്കോളൂ. എവിടേക്കേ? സത്യലോകത്തിലേക്ക് പോയിക്കോളൂ. ഈ വണ്ണം അത്യന്ത വിനീതനായി സ്തുതിച്ചു കൈകൂപ്പി വിരിഞ്ചൻ നിൽക്കേ.
കടാക്ഷമാർന്നങ്ങനെ സത്യലോകം പോയിടുവാൻ പുഞ്ചിരി തൂകിനാഥൻ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു വണക്കമുൾ തിങ്ങിയ വേദഗർഭൻ ഹംസത്തെ ഒട്ടുടനു നടത്തിയും കൊണ്ട് ഇറങ്ങി ഉള്ളം ചരിതാർത്ഥമായ എന്ന് പറഞ്ഞാ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നുള്ള വിശ്വാസമുള്ളവൻ. ഇത് കൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകോന പഞ്ചാശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 50-ാമത്തെ സർഗമാണ്. 50-ാം സർഗത്തിൽ വനഭോജനവും മറ്റും പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾക്ക് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുങ്ങുന്നു. നമസ്കാരം. നാളെ കാണാം.